ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരനും മാലതിയും കൂടെ വൈജയോട് അലീനയെ കുറിച്ച് പറയുമ്പോൾ വൈജയ്ക്ക് അത് ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. അടിച്ചവളുടെ കരണം പുകയ്ക്കണം. മനുഷ്യനെ ഇവിടെ ക്ഷമയുടെ നെല്ലിപ്പലകയിലേക്ക് ഇറങ്ങി നിൽക്കുക. ഇത് ഞാൻ അംഗീകരിച്ചു കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തോടെയാണ് കേട്ടോ മുകളിലേക്ക് കയറിപ്പോകുന്നത്. അവിടെ എത്തിയ വൈജ ബാലചന്ദ്രനെ കണ്ടതും ബാലചന്ദ്രൻ പറയും, നിന്നോട് ഇങ്ങോട്ടേക്ക് വരരുത് എന്നല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും നാള് ശുശ്രൂഷിച്ചതൊക്കെ അലീനയായിരുന്നോ? എന്തായാലും നീയല്ല എന്ന് പറയുന്നുണ്ട് ബാലേന്ദ്രൻ. അപ്പോൾ ഞാനിവിടെ വേണ്ടേ? എൻ്റെ സ്ഥാനം എന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയും, നിൻ്റെ സ്ഥാനം എന്താണെന്നും അലീനയുടെ സ്ഥാനം എന്താണെന്നും നിങ്ങൾക്കിടയിൽ എൻ്റെ സ്ഥാനം എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നങ്ങ് പറയുമ്പോൾ വൈജയന്തിക്ക് ഇതിലും കൂടുതൽ ചൂടാവാണ് കേട്ടോ. എന്നപ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രനും ഒട്ടും വിട്ടു കൊടുക്കാതെ അവിടെ കൈ കിട്ടുന്നതൊക്കെ എടുത്ത് എറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോളാണ് നമ്മുടെ ബാലചന്ദ്രനെ പിടിച്ചു വയ്ക്കുന്നത്, ബബി വൈജയെയും. എന്നിട്ട് ബബി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ആര് പറഞ്ഞാലും മനസ്സിലാവാത്തേ എന്നും പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ നമ്മുടെ അലീന അങ്ങനെ നിൽക്കുന്നുണ്ടാവേ. അപ്പോൾ കൊടുക്കും അലീനയ്ക്കൊന്ന്. എന്നിട്ട് പറയും, ഇതെങ്കിലും ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ പേര് വൈജയന്തി എന്നല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാലചന്ദ്രൻ പറയും, അതെ, അലീനയ്ക്ക് കിട്ടേണ്ട അടിയല്ല എൻ്റെ ചെകിട്ടത്തിട്ട അവൾ പൊട്ടിച്ചത് എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ വൈജയന്തി. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.